ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും PSC ആയിക്കോട്ടെ, SSC, ബാങ്ക്, ഏത് CSCB, ഇങ്ങനെയുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും വളരെ ഉപകാരപ്പെടുന്ന ടെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണ് എന്നും അതിൻ്റെ റൂൾസ് എന്താണെന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളതെന്നും സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ 4 എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ റൂൾസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോഴും, ഏതൊരു എക്സാം എഴുതാനിരിക്കുമ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് ആണ്. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കുറച്ച് സെൻറ്റൻസുകൾ കാണുന്നുണ്ട്. ഈ സെൻറ്റൻസെല്ലാം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസ് എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസുകളാണ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. അതായത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പ്ലേ ആണ് വെർബ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫോം പ്ലേ ആണ്. V1 പ്ലേ, V2 പ്ലേഡ്, V3യും പ്ലേഡ് ആണ്, V4 ആണ് പ്ലേയിങ്. വെർബിൻ്റെ 4 ഫോംസ്: V1 പ്ലേ, V2 പ്ലേഡ്, V3 പ്ലേഡ്, V4 പ്ലേയിങ്. കുക്ക് ആണ് വെർബെങ്കിൽ കുക്കാണ് V1. അതിൻ്റെ V2 കുക്ക്ഡ്, V3 കുക്ക്ഡ്, V4 കുക്കിംഗ്. ഈറ്റ് ആണ് വെർബെങ്കിൽ ഈറ്റ് V1, എയ്റ്റ് ആണ് V2, V3 എന്ന് പറയുന്നത് ഈറ്റൺ ആണ്, V4 ഈറ്റിംഗ് ആണ്. ഇങ്ങനെ എല്ലാ വെർബിനും ഇതുപോലെ ഫോംസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസാണ് ആദ്യം കാണുന്നത്. എല്ലാ സെൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റിൻ്റെയാണ്. ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് കാണാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്, ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഒരു സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് അറിയാൻ നമ്മൾ അതിൻ്റെ വെർബ് നോക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എന്ന് നമുക്ക് മനസ്സിലായത് പ്ലേ എന്ന V1 വെർബിൻ്റെ V1 ആണ് ഈ സെൻറ്റൻസിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ദേ പ്ലേ ക്രിക്കറ്റ്, അതിലെ പ്ലേ V1 ആണ്. നോക്കൂ, രാഹുൽ ആൻഡ് ശ്യാം പ്ലേ ക്രിക്കറ്റ്, പ്ലേ V1 ആണ്. ഐ പ്ലേ ക്രിക്കറ്റ്, പ്ലേ V1 ആണ്. ഐ ഡ്രിങ്ക് ടീ എവറി ഡേ, ഡ്രിങ്ക് V1 ആണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ V1 മാത്രമേ ഉള്ളൂവെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം, ഇപ്പോൾ ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിലുള്ള അർത്ഥം അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നോ കളിക്കുന്നു എന്നോ ആകാം. കളിക്കാറുണ്ട് അല്ലെങ്കിൽ കളിക്കുന്നു എന്നാകാം. ഇതിൻ്റെ യൂസേജിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ. ജസ്റ്റ് ബേസിക് കാര്യം പറയുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂള് എന്ന് പറഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഹീ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ V1 വെർബിൻ്റെ V1 അതിനോട് കൂടി ഒരു S ചേർക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോട് കൂടി ഒരു S ചേർക്കണം. ഇതാ ഇവിടെ നോക്കൂ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ദേ പ്ലൂറലാണ്, ബഹുവചനമാണ്. പ്ലേ, ദേ പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ V1 മാത്രം ഉപയോഗിച്ചാൽ മതി, S ചേർക്കരുത്. S എന്ന് പറയുന്നത് S ആകാം, ചിലപ്പോൾ IES ആകാം. ഇപ്പോൾ ക്രൈ എന്ന് പറയുന്ന വെർബാണെങ്കിൽ ക്രൈസ് എന്നായിരിക്കും ഇവിടെ വരേണ്ടത്. ഇവിടെ ഈ ഹീയുടെ കൂടെ വരേണ്ടത് ക്രൈസ് എന്നായിരിക്കും. ഓക്കെ, അതുപോലെ ഐ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. ഐ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറലാണ്, ബഹുവചനമായിട്ടാണ്. ഞാൻ ഒരാളാണ് എങ്കിലും അത് പ്ലൂരൽ ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. ഐ പ്ലേ ക്രിക്കറ്റ് കണ്ടോ, ഐ ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ മതി, പ്ലേസ് വേണ്ട. ഒരിക്കൽ കൂടി പറയാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇതാ ശ്രദ്ധിക്കൂ, സബ്ജക്റ്റ് ലേസർ പോയിന്റ് ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ വെർബിനോട് കൂടി ഒരു S ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ദേയും രാഹുൽ ആൻഡ് ശ്യാമും പ്ലൂറലാണ്. പ്ലൂറലാണെങ്കിൽ V1 മാത്രം ഉപയോഗിച്ചാൽ മതി, S ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഐ പ്ലൂറലാണ്, അതുകൊണ്ടാണ് S ചേർക്കാതിരുന്നത്. പ്ലേ എന്ന് മാത്രം ഉപയോഗിച്ചു. ഇതാ ഇവിടെയും ഐ ഡ്രിങ്ക് എന്നാണ് ഉപയോഗിച്ചത്, ഐ ഡ്രിങ്ക്സ് എന്ന് പറയില്ല.
നമ്മൾ ഐ ലവ് യു എന്നല്ലേ പറയുള്ളൂ, ഐ ലവ്സ് യു എന്ന് പറയില്ല. കാരണം ഐ പ്ലൂറലാണ്, അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസിലാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെർബ് നോക്കിയാൽ മതി. V1 മാത്രമാണ് ഒരു സെൻറ്റൻസിലുള്ളത് എങ്കിൽ, വെർബിൻ്റെ V1 ഫസ്റ്റ് ഫോം മാത്രമാണ് ഒരു സെൻറ്റൻസിലുള്ളത് എങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് യൂസസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നോക്കാവുന്ന. ഹാബിച്വൽ ആക്ഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ പറയാൻ. ഹാബിച്വൽ ആക്ഷൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഈ ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഹാബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്സ് പ്രപഞ്ച സത്യങ്ങൾ, അതുപോലെ സയൻറ്റിഫിക് ഫാക്ട്സ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് പല എക്സാമിനേഷൻസിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്, ദി എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ, ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. ഇതിൻ്റെ എല്ലാ ആൻസറിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് കുറച്ച് ആഡ് വെർബ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് ആഡ് വെർബുകളുണ്ട്, ഹിൻഡ് വാക്കുകളാണ് അതൊക്കെ. ആഡ് വെർബുകളാണ്, ഹിൻഡ് വാക്കുകൾ. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. യൂഷ്വലി, ഡെയിലി, വീക്ക്ലി, ജനറലി, ഒക്കേഷണലി, ഫ്രീക്വൻ്റ്ലി, റെഗുലർലി, അതുപോലെ ഓൾവേസ്. നോക്കൂ, ഓൾവേസ്, റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, അതുപോലെ ഓഫൺ, സെൽഡം, വെനവർ, അതുപോലെ ആനുവലി, എവറി ഡേ, several time, in a day, in a week, in a month, in a year, ഇങ്ങനെയൊക്കെയുള്ള യൂസേജസ്. വൺസ് എ ഡേ, വൺസ് എ വീക്ക്, വൺസ് എ മന്ത്, വൺസ് എ ഇയർ. എ ഇയർ എന്നാണ് പറയുക കേട്ടോ, ആൻ ഇയർ അല്ല, എ ഇയർ എന്നാണ് പറയുക. ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, എ ഇയർ എന്നേ പറയുള്ളൂ. ആൻ ഇയർ എന്ന് പറയാൻ ഒരു സുഖമുണ്ട് നമുക്ക്, പക്ഷേ എ ഇയർ എന്നേ പറയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ആർട്ടിക്കിൾസ് എന്ന ഭാഗം വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ട്വൈസ് ഇൻ ഡേ, ത്രൈസ് എ ഡേ, കണ്ടോ, ഇങ്ങനെയുള്ള ഇത്രയും ആഡ് വെർബ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും ആഡ് വെർബ്സ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ആഡ് വെർബ്സ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഡ് വെർബുകൾ ഇതൊക്കെ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ V1 മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോട് V1 കൂടി ഒരു എസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ എസ് ചേർക്കേണ്ട, V1 മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. യൂഷ്വലി എന്ന വാക്ക് ഇവിടെ ഉണ്ട്, ആഡ് വെർബ് ഉണ്ട്. യൂഷ്വലി എന്ന ആഡ് വെർബ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലേ, യൂഷ്വലി എന്ന ആഡ് വെർബ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻസ് റീഡ് ഉണ്ട്, റീഡ്സ് ഉണ്ട്. ഇത് ഏതായിരിക്കും? യൂഷ്വലി എന്ന ആഡ് വെർബ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ആണ് ഉപയോഗിക്കുക. റീഡ് V1 ആണ്. റീഡിൻ്റെ കൂടെ എസ് ചേർത്ത് അതും V1 തന്നെയാണ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. ഇവിടെ രാഹുൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ റീഡിൻ്റെ കൂടെ എസ് ചേർത്ത ഫോമാണ് ഉപയോഗിക്കേണ്ടത്. റീഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദി എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ആദ്യം പറഞ്ഞത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് എങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ദി എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. യൂണിവേഴ്സൽ ട്രൂത്ത് എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേ പറയൂ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. റിവോൾവ്സും V1 ആണ്. ഇതിലേതാണ് ആൻസർ എന്നാണ് നോക്കേണ്ടത്. ദി എർത്ത് സിംഗുലർ ആണ് അല്ലേ, എർത്ത് ഏകവചനമാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ റിവോൾവിൻ്റെ കൂടെ ഒരു എസ് ചേർക്കണം. റിവോൾവ്സ്. ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അതാണ് ആൻസർ. ഓക്കെ, അടുത്തത് നോക്കൂ. അടുത്തതും ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. എവറി മോർണിംഗ് എന്ന ഈ യൂസേജ് ശ്രദ്ധിക്കണം. ഈ എവറി മോർണിംഗ് എന്ന ഈ യൂസേജ് ആണ് ആൻസറിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എവറി മോർണിംഗ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ഉപയോഗിക്കുകയുള്ളൂ. V1 ഉപയോഗിക്കുകയുള്ളൂ. ഇനി സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഹി ആണ്. ഹി സിംഗുലർ ആണ്, ഒരാളാണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. എങ്കിൽ ആൻസർ ഡ്രിങ്ക് ആണോ ഡ്രിങ്ക്സ് ആണോ?
ആൻസർ ഡ്രിങ്ക്സ് ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ്. എക്സാമിനേഷന് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഈ ആഡ്വർബ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും ആഡ്വർബ്സ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എല്ലാം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആയിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കും. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ SSC, IBPS, PSC ഏത് എക്സാം ആയിക്കോട്ടെ എല്ലാത്തിനും ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.